ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അത് 4 കോയിൽ ലീക്കായിട്ടാണ് വന്നിരുന്നത്. 4 കോയിൽ ലീക്കും അതുപോലെ സ്പീഡോമീറ്റർ ചെക്കപ്പും അതിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ 4 കോയിൽ ലീക്കിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്കത് ചെയ്യണമെങ്കിൽ. നമുക്ക് 4 കോയിൽ ലീക്കിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ആ ലീക്ക് വന്നത്. നമുക്ക് മാറ്റാം. ഈ ഓയിൽ സീലും അതുപോലെ ഡസ്റ്റ് സീൽ വരും, അതിൻ്റെ 2 ലോക്ക് വരും, 4 കോയിൽ വരും. ഇതൊക്കെയാണ് നമുക്കതിന് മാറ്റേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫോർക്ക് പൈപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പൈപ്പുണ്ടോ ഈ 4 കോയിൽ സീൽ വർക്ക് ചെയ്ത പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ 2 ഓയിൽ സീൽ മാത്രം മാറ്റിയിടാം. റിപ്പീറ്റ് ഓയിൽ ലീക്ക് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർക്ക് പൈപ്പും കൂടി മാറ്റേണ്ടി വരും. അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം കാണിക്കുന്നുണ്ട് മറ്റേ ഫോർക്ക് ഓയിൽ സീൽ വർക്ക് ചെയ്ത ഭാഗത്ത്. അപ്പോൾ നമ്മൾ തൽക്കാലം അതിൻ്റെ ഓയിൽ സീലുകൾ മാത്രമേ മാറുന്നുള്ളൂ. പിന്നെ അതുപോലെ ഫോർക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ട് മൺകാണ്ട ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിൻ്റെ 2 ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ഭാഗം വരും, ഇവിടെ വരും. അതിന് 2 പീസാണ് ഇത് കിടക്കുന്നത്. അത് പൊട്ടിപ്പോയിരിക്കണം. അപ്പോൾ കയ്യോടെ നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റ് കൂടി മാറ്റിക്കളയണം. പിന്നെ അതുപോലെ സ്പീഡോമീറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ ഗിയർ പിനിയൻ സെറ്റിൻ്റെ കംപ്ലയിൻ്റാണ്. വീലിൻ്റെ സൈഡിൽ വരുന്ന യൂണിറ്റാണത്. ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത് കറക്റ്റ് വർക്കിംഗ് അല്ല, അതാണ് ആ മീറ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു യൂണിറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സ്പീഡോമീറ്റർ വർക്കിംഗ് ആവുന്നത്. പിന്നെ നമ്മൾ വീലയക്കി കണ്ട ഒരു കംപ്ലയിൻ്റാണ് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്. ബെയറിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്ക് ഉണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഹാൻഡിലിന് നല്ലൊരു വെട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. അത് മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഞാൻ അതെല്ലാം കൂടി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്, അതുപോലെ സ്പീഡോമീറ്റർ, ഗിയർ പിനിയൻ സെറ്റ്, പിന്നെ 4 കോയിൽ സീൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.